ഹലോ മക്കളെ, സോ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മളുടെ SLC ഫിസിക്സിൻ്റെ അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ അഥവാ യാന്ത്രികോർജം പ്രയോഗത്തിൽ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ SCRT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് നോക്കാൻ പോവാണ്. 3 സെറ്റിലെയും ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ നോക്കാൻ പോവുകയാണ്. ഓക്കെ, സോ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ പേര് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ അഥവാ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമ്മൾ ഷോർട്ടായിട്ട് പറയാം, അഥവാ യാന്ത്രികോർജം അല്ലേ, നമ്മൾ MA എന്ന് കൊടുക്കാം. ഇനി ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം, ഏതൊക്കെ ടൈപ്പ് സാധനങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് അറിയണം അല്ലേ. ബേസിക്കലി നമ്മൾ ഈ ചാപ്റ്ററിലെല്ലാം പഠിക്കുന്ന സിമ്പിൾ മെഷീൻസിനെ പറ്റിയിട്ടാണ്. ലഘുയന്ത്രങ്ങൾ അല്ലേ, ലഘുയന്ത്രങ്ങൾ എന്താണെന്ന് ചോദിച്ചാലൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വൃത്തിയായിട്ട് ഒരു മഞ്ഞ ബോക്സ് ഒക്കെ ആക്കി തന്നിട്ടുണ്ട് അല്ലേ. എന്താണ്, ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡിനെയോ അതിൻ്റെ ഡയറക്ഷനെയോ മാറ്റാൻ സാധിക്കുന്ന മെഷീൻസിനെ ആണ് നമ്മൾ സിമ്പിൾ മെഷീൻസ് എന്ന് പറയുക അല്ലേ. ബലത്തിൻ്റെ തുകക്കോ അഥവാ ഡയറക്ഷനോ അഥവാ നമ്മളുടെ ദിശക്കോ മാറ്റം വരുത്താൻ കഴിയുന്ന മെഷീൻസിനെ നമ്മൾ എന്ത് വിളിക്കുക, സിമ്പിൾ മെഷീൻ അഥവാ ലഘുയന്ത്രങ്ങൾ എന്ന് വിളിക്കും. നമുക്ക് ഈ ചാപ്റ്ററിൽ എത്ര ലഘുയന്ത്രങ്ങൾ പഠിക്കാറുണ്ട്? ഒന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ലിവറാണ് അല്ലേ. സോ ലിവറാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഒന്നാമതായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഒന്നാമത്തെ ലഘുയന്ത്രം അഥവാ സിമ്പിൾ മെഷീനാണ് ലിവർ. ഓക്കെ, ലിവർ നമ്മൾ 3 തരത്തിലൊക്കെ പഠിക്കുന്നുണ്ട്. ഏതൊക്കെ? ഫസ്റ്റ് ഓർഡർ ലിവർ, സെക്കൻഡ് ഓർഡർ ലിവർ, തേർഡ് ഓർഡർ ലിവർ അല്ലേ. ഞാൻ അതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. എന്നാലും നമുക്ക് ലിവറിൻ്റെ എന്തറിയണം, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അറിയണം. എന്താണ് മക്കളെ ലിവറിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഇക്വേഷൻ? ഇക്വേഷൻ എന്താണ് നമുക്കറിയാം. ലിവറിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇക്വേഷൻ ലോഡ് ബൈ എഫേർട്ട് ആണ്. അഥവാ ഒരു ഇക്വേഷനും കൂടെ നമുക്ക് പറയാൻ പറ്റും, എഫേർട്ട് ആം ബൈ ലോഡ് ആം എന്നും പറയാം അല്ലേ. തീർച്ചയായിട്ടും പറയാം, ഈ 2 ഇക്വേഷൻ പറയാം. എന്താണ് ലോഡ്? രോധം. എന്താണ് എഫേർട്ട്? യത്നം. എന്താണ് EA? എഫേർട്ട് ആം, യത്നഭുജം അല്ലേ. എന്താണ് LA? അതാണ് ലോഡ് ആം അഥവാ രോധഭുജം എന്നൊക്കെ നമ്മൾ പറയണത്. ഇനി അടുത്തത് ആരാണ്? അടുത്ത സിമ്പിൾ മെഷീൻ ആരാണ്? അടുത്ത സിമ്പിൾ മെഷീൻ നമുക്കറിയാം പുള്ളിയാണ്. പുള്ളി നമുക്കറിയാം 2 തരത്തിലുണ്ട്, ഫിക്സ്ഡ് പുള്ളി ആൻഡ് മൂവബിൾ പുള്ളി അല്ലേ. പുള്ളിയുടെ നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെ കാണുക? ഇതേ ഇക്വേഷൻ വെച്ചിട്ട് കാണാൻ പറ്റും. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു എന്താണ്, EA ബൈ LA തന്നെയാണ്. EA ബൈ LA തന്നെയാണ്. ശ്രദ്ധിക്കണം, EA ചിലപ്പോൾ റേഡിയസ് ആവാം, ഡയമീറ്റർ ആവാം അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പുള്ളി വരക്കും, എന്നിട്ട് അവിടെ നിന്ന് കണ്ടിട്ട് റേഡിയസ് അല്ലേ മൊത്തമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് നമ്മൾ നോക്കുക, LA നോക്കും അല്ലേ. LAയും EAയും ഒക്കെ എന്താണ് ആലോചിച്ച് നോക്കൂ. EA എന്ന് പറയുന്നതാണ് എഫേർട്ട് ആം. നമ്മൾ സിമ്പിളായിട്ട് ഒരു ലൈൻ ഇങ്ങനെ വരക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഇത് ഫൽക്രമാണെന്ന് വിചാരിച്ചോളൂ അഥവാ ധാരം, ഇത് എഫേർട്ടാണെന്ന് വിചാരിച്ചോളൂ അഥവാ യത്നം, ഇത് ലോഡാണെന്ന് വിചാരിച്ചോളൂ അഥവാ രോധം അല്ലേ. എഫേർട്ട് മുതൽ ഫൽക്രം വരെ ഡിസ്റ്റൻസ് ആണ് എഫേർട്ട് ആം എന്ന് വിളിക്കുന്നത് അല്ലേ. ലോഡ് മുതൽ ഫൽക്രം വരെ ഡിസ്റ്റൻസ് ലോഡ് ആം എന്ന് വിളിക്കുന്നത് രോധഭുജം, ഇത് യത്നഭുജം അല്ല. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവണം. ഇനി അടുത്ത ഏതാണ്? അടുത്ത മൂന്നാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഡിവൈസ് ഏതാടാ? വീൽ ആൻഡ് ആക്സിൽ, ചക്രവും അച്ചും എന്ന് നമുക്ക് പറയാം അല്ലേ. വീൽ ആൻഡ് ആക്സിൽ. അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഫോർമുല എന്താണ്? ഫോർമുലയൊക്കെ അറിയാം കേട്ടോ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ R ബൈ സ്മോൾ r ആണ്. എന്താണ് ക്യാപിറ്റൽ R? റേഡിയസ് ഓഫ് ദ വീൽ, ചക്രത്തിൻ്റെ ആരം. എന്താണ് R? റേഡിയസ് ഓഫ് ദ ആക്സിൽ അല്ലെ. ആക്സിൽ അഥവാ അച്ചിൻ്റെ ആരം. ഇനി അടുത്ത ഡിവൈസ് ഏതാണ്? ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ് അല്ലേ. ഇൻക്ലൈൻഡ് പ്ലെയിൻ അഥവാ മലയാളത്തിലാണെങ്കിൽ ചരിവുതലം. എന്താണ് അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അറിയോ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് MA അഥവാ യാന്ത്രിക ലാഭം MA സമം L/H ആണ്. എന്താണ് L? ചെരിവുതലത്തിൻ്റെ നീളം. എന്താണ് H? ചെരിവുതലത്തിൻ്റെ ഉയരം. അതായത് ലെങ്ത് ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ, H ആണെങ്കിൽ ഹൈറ്റ് ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണല്ലോ. ഇനി അഞ്ചാമതായിട്ട് അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഏതാണ്? നമുക്ക് പറയാം സ്ക്രൂ ആൻഡ് ജാക്ക് പറയാം അല്ലേ. സ്ക്രൂ ആൻഡ് ജാക്ക് പറയാം. സ്ക്രൂ ആൻഡ് ജാക്ക് ഇതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജും എന്ത് തന്നെയാണ്? L/H തന്നെയാണ് അല്ലേ. L/H തന്നെയാണ്. പക്ഷേ ഇവിടെ L എന്താണ്? ലെങ്ത് ഓഫ് 1 ത്രെഡ് ആണ്. സ്ക്രൂ പഠിപ്പിച്ച സമയത്ത് അല്ലേ ലെങ്ത് ഓഫ് ഇതാണ് ഇപ്പോൾ സ്ക്രൂ എന്നുണ്ടെങ്കിൽ
ഇതാണ് ഇപ്പോൾ ഒരു സ്ക്രൂ എന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ ത്രെഡുകൾ ഉണ്ടാവും അല്ലേ. സോ ഒരു ത്രെഡിൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എൽ, ലെങ്ത് ഓഫ് വൺ ത്രെഡ്. അപ്പോൾ എച്ച് എന്താ? എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് അല്ല, പകരം പിച്ചാണ് അല്ലേ. പിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ത്രെഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് പിച്ച് എന്ന് പറയുന്നത്. പിച്ച് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് എച്ച് എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ട് തന്നെയാണ്. ഓക്കെ, സോ നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ഇൻക്ലൈൻഡ് പ്ലെയിൻ പറഞ്ഞു, സ്ക്രൂ ആൻഡ് ജാക്ക് പറഞ്ഞു അല്ലേ. ഒന്നും കൂടെ ഉണ്ടല്ലോ, അതേതാണ്? അത് വെഡ്ജാണ്. മലയാളത്തിലാണ് നമ്മൾ ആപ്പ് എന്നൊക്കെ പറയും അല്ലേ. സോ വെഡ്ജാണ്. വെഡ്ജിൻ്റെയും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ത് തന്നെയാണ്? എൽ ബൈ എച്ച് തന്നെയാണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വിൽ ബി ഈക്വൽ ടു എൽ ബൈ എച്ച് തന്നെയാണ്. എന്താണ് ഇപ്പോൾ എൽ? ലെങ്ത് ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഓഫ് ദ വെഡ്ജ് ആണ്. എച്ച് എന്നാണ് ഹൈറ്റ് ഓഫ് ദ വെഡ്ജ് അല്ലേ. ഇതാണ് ഒരു വെഡ്ജ്. ഈ രൂപത്തിലാണ് നമ്മളെ കത്തിയുടെ ഒക്കെ ഷേപ്പില്ലേ അല്ലെ. കത്തി മുകൾ ഭാഗം കുറച്ച് കട്ടി കൂടിയത്, പിന്നെ ഇങ്ങനെ മൂർച്ച കൂടി വരുന്ന സ്ഥലമല്ലേ. സോ വെഡ്ജിന് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡബിൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞൂടെ. ഇതൊക്കെ നമ്മൾ അവിടെ പറഞ്ഞതാണ് അല്ലേ, ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. സോ ഇതാണ് നമ്മളുടെ എല്ലാ ഡിവൈസിൻ്റെയും മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇത്രയും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്തതിലോട്ട് പോകാൻ പറ്റുള്ളൂ, ക്വസ്റ്റ്യൻസിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. സോ നമ്മൾ ചോദ്യത്തിലോട്ട് പോവാം. സോ ഒന്നാം ചോദ്യം എന്താ പറയുന്നത് നോക്കൂ. ഒരു ചക്രവും അച്ചും വീൽ ആൻഡ് ആക്സിലുമായി ബന്ധപ്പെട്ടാണ് അല്ലേ. സോ ഒരു ചക്രവും അച്ചും ഉപയോഗിച്ച് 500 കിലോഗ്രാം ഭാരം ഉയർത്തുന്നു. മക്കളെ, ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയയും കൂടെ തരാം ആദ്യം തന്നെ. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എഫേർട്ട് അഥവാ ഇ എന്ന് നമ്മൾ വിളിക്കുന്ന എഫേർട്ട് അല്ലേ. സോ ഇ എന്ന് നമ്മൾ പറയണ എഫേർട്ട് അല്ലേ. മലയാളത്തിലാണെങ്കിൽ നമ്മൾ ഇതിന് എന്താ പറയുക? യത്നം എന്ന് പറയും അല്ലേ. ഇനി എൽ എന്ന് പറഞ്ഞ ലോഡ്, ലോഡ് അല്ലേ. ഇത് നമ്മൾ എല്ലാം സൂചിപ്പിക്കും. നമ്മൾ എന്താ മലയാളത്തിൽ പറയുക? രോധം എന്ന് പറയും അല്ലേ. എന്താ പ്രത്യേകത? നല്ലോണം ശ്രദ്ധിക്കുക. എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ബലത്തിനെയാണ് എഫേർട്ട് എന്ന് പറയാം. എന്താ പറയാ? നമ്മൾ ആ മെഷീനിലോട്ട് കൊടുക്കുന്ന ബലത്തിന് എഫേർട്ട് എന്ന് പറയും. മെഷീൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് പൊക്കേണ്ട അല്ലെങ്കിൽ പൊന്തിക്കേണ്ട ഭാരം, മെഷീൻ ചെയ്യേണ്ട ഫോഴ്സ്, അതിനൊക്കെ നമ്മൾ ലോഡ് എന്ന് പറയാം. എപ്പോഴും മനസ്സിലായിക്കോളൂ, നമ്മൾ കൊടുക്കുന്ന ബലമാണ് എഫേർട്ട്. മെഷീൻ ചെയ്യുന്നത് അഥവാ നമുക്ക് പൊക്കേണ്ടതാണ് ലോഡ്. അത് രണ്ടും ആദ്യം മനസ്സിലാക്കുക. ശ്രദ്ധിച്ചോളൂ. ഈ ക്വസ്റ്റ്യനിലോട്ട് പോയി കഴിഞ്ഞാൽ നോക്കൂ, ഒരു ചക്രം ഉപയോഗിച്ച് 500 കിലോഗ്രാം ഭാരം ഉയർത്തുന്നു. ചക്രത്തിന്റെ ആരം 0.8 മീറ്ററും അച്ചിന്റെ ആരം 0.2 മീറ്ററുമാണെങ്കിൽ ഭാരം ഉയർത്താൻ ആവശ്യമായ ബലം എത്രയാണ്? അഥവാ എ വീൽ ആൻഡ് ആക്സൽ സിസ്റ്റം is used to lift a load of 500 kilogram. If the radius of the wheel is 0.8 meter and the radius of the axle is 0.2 meter, what is the force required to lift the load എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്ന കാര്യങ്ങളൊന്ന് എഴുതിയെടുത്ത് നോക്കൂ. എ വീൽ ആൻഡ് ആക്സൽ സിസ്റ്റം ഇസ് യൂസ് ടു ലിഫ്റ്റ് എ ലോഡ് ഓഫ് 500 കിലോഗ്രാം. അപ്പം തന്നേക്കുന്നത് ലോഡാണ് അഥവാ എൽ എത്ര? 500 കിലോഗ്രാം ആണല്ലോ. പിന്നെ തന്നിട്ടുള്ള എന്താണ്? റേഡിയസ് ഓഫ് ദ വീൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ ആർ. എത്രയാണ് റേഡിയസ് ഓഫ് ദ വീൽ? 0.8 മീറ്റർ ആണ്. ഇനി റേഡിയസ് ഓഫ് ദ ആക്സിൽ തന്നിട്ടുണ്ടല്ലോ, സ്മോൾ ലെറ്റർ ആർ. എത്രയാണ്? 0.2 മീറ്റർ. വളരെ സിമ്പിളായിട്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടെത്താലോ. വീൽ ആൻഡ് ആക്സിൽ ക്യാപിറ്റൽ ആർ ബൈ ആർ അല്ലേ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. സോ നമുക്ക് ഉപയോഗിക്കാമല്ലോ. സോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എം എ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ലെറ്റർ ആർ. ക്യാപിറ്റൽ ആർ എത്രയാണ്? 0.8 ആണ്. ഡിവൈഡ് ബൈ സ്മോൾ ലെറ്റർ ആർ 0.2 ആണ്. 8/2 തന്നെയായിരിക്കും. 0.8/0.2. 8/2 4ആണ്. സോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്രയാണ്? 4 വരിക. യൂണിറ്റ് ഉണ്ടോ? യൂണിറ്റ് ഇല്ല. ഓക്കെ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അഥവാ യാന്ത്രിക ലാഭം എന്ന് പറഞ്ഞാൽ എന്തില്ലാത്തതാണ്? യൂണിറ്റ് ഇല്ലാത്തതാണ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ ഫോഴ്സ് ഓഫ് 100 ന്യൂട്ടൺ is required to push a load up an inclined plane of length 5 meter and height 3 meter. Calculate the mechanical advantage of the inclined plane എന്നാ പറഞ്ഞേക്കണേ അല്ലേ. 5 മീറ്റർ നീളവും 3 മീറ്റർ ഉയരവുമുള്ള ഒരു ചരിവ് തലത്തിലൂടെ ഒരു ഭാരം തള്ളി നീക്കാൻ 100 ന്യൂട്ടൺ ബലം ആവശ്യമാണ്. ഈ ചരിവ് തലത്തിന്റെ യാന്ത്രിക ലാഭം കണക്കാക്കുക. തന്ന കാര്യങ്ങൾ ആദ്യം എഴുതിയെടുത്ത്. എന്തൊക്കെ? ഫോഴ്സ് ഓഫ് 100 ന്യൂട്ടൺ ഇസ് റിക്വയർഡ്, ആവശ്യമാണ്, നമ്മൾ കൊടുക്കണം. അപ്പൊ എന്താണ്? എഫേർട്ട് അല്ലേടാ. സോ എഫേർട്ട് ഈക്വൽ ടു 100 ന്യൂട്ടൺ ആണ്.
ഇനി എന്താ പറയണത്? ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഓഫ് ലെങ്ത്. ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? 5 മീറ്റർ ആണ് ലെങ്ത് അല്ലേ? 5 മീറ്റർ ആണ് ലെങ്ത്. ഇനി എന്താ പറയുക? ഹൈറ്റ് 3 മീറ്റർ. ഹൈറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 3 മീറ്റർ ആണ് അല്ലേ? ചോദ്യം എന്താണ്? ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വളരെ സിമ്പിൾ അല്ലേ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്താ? നമ്മളോട് എഴുതിയിട്ടുണ്ടല്ലോ, L/H അല്ലേ? ലെങ്ത് ഓഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ബൈ ഹൈറ്റ് ഓഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. സോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു L/H ആണ്. L എത്രയാടാ? 5 ആണ്. ബൈ H എത്രയാണ്? 3 ആണ്. 5/3 ആണ്. അതായത് 1.666 എങ്ങനെ പോയിട്ട് അവസാനം ഒരു 7 വരും അല്ലേ? സൽക്കാരം 1.67 എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, 5/3 ആണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു നെയിൽ പുള്ളറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ദ ഇമേജ് ഷോ എ നെയിൽ ബീങ് പുൾഡ് ഔട്ട് using a nail puller. Which type of lever is a nail puller? നെയിൽ പുള്ളർ ഏത് തരം ഉത്തോലകമാണ്? അപ്പോൾ എത്ര തരം ഉത്തോലകമുണ്ട്, അഥവാ എത്ര തരം ലിവർ ഉണ്ട്? 3 തരം. ഒന്നാമത്തെ എന്താണ്? ഫസ്റ്റ് ഓർഡർ. ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മക്കളെ വരിക? ആലോചിച്ച് നോക്കൂ. ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഫസ്റ്റ് ഓർഡർ വരിക? നോക്കി നോക്കൂ. ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നടുക്കാരായിരിക്കും. നടുക്ക് ഫൽക്രം, പിന്നെ എഫേർട്ട് അപ്പുറത്തും ലോഡ് ഇപ്പുറത്തും. നടുക്ക് ഫൽക്രമായിരിക്കും. ഇനി സെക്കൻഡ് ഓർഡർ ലിവർ ആണെങ്കിലോ, ലോഡ് നടുക്ക് അപ്പുറത്തും ഇപ്പുറത്തും, ബാക്കി 2 ആൾക്കാർ എഫേർട്ടും ഫൽക്രവും. ഇനി തേർഡ് ഓർഡർ ലിവർ ആണെങ്കിൽ എങ്ങനെയാണ്? അതായത് 3ാം വർഗ ഉത്തോലകമാണെങ്കിൽ എങ്ങനെയാണ്? ആ നടുക്ക് എഫേർട്ടാണ്, ഇവിടെ ലോഡ്, ഇവിടെ ഫൽക്രമാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെയാണ് 3ാം വർഗ ഉത്തോലകം വരുന്നത്. നടുക്കാരാണ്? നടുക്ക് എഫേർട്ടാണ് അല്ലേ? നടുക്ക് എഫേർട്ടാണ്, അപ്പുറത്തും ഇപ്പുറത്തും ഇവിടെ ലോഡാണ്, ഇത് ഫൽക്രമാണെന്ന് വിചാരിച്ചോളൂ. ഇതിലേത് തരമാണ് ഇവിടെ എന്നാണ് ചോദ്യം അല്ലേ? സോ നമുക്ക് നോക്കിയാലോ. നമുക്ക് നോക്കുന്ന സമയത്ത് ആദ്യം കാണാൻ പറ്റുക മക്കളെ, ഇവിടെ അല്ലേ നമുക്ക് പൊന്തിക്കേണ്ട ലോഡ് ഉള്ളത്, അതായത് ആണി അല്ലേ? സോ ഇവിടെയാണ് നമ്മൾ പൊന്തിക്കേണ്ട ലോഡ് ഉള്ളത്. അതായത് ഇവിടെയാണ് എന്ത്? ലോഡ് L. ഇവിടെ അല്ലേ അനങ്ങാത്ത പോയിന്റ് ഉള്ളത്? അപ്പോൾ ഇവിടെയാണ് എനിക്ക് എന്ത് പറയാൻ പറ്റുക? ഫൽക്രം അഥവാ ധാരം F. ഓക്കെ, ഇവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്. നോക്കൂ, ഇവിടേക്കാ കൊടുക്കുന്നത് ഈ ലൈനിൽ. സോ ഇവിടെയാണ് അതിൻ്റെ എഫേർട്ട് അഥവാ യത്നം. ഫൽക്രം നടുക്ക. ഏതാ ഫൽക്രം നടുക്ക്? അപ്പോൾ ഒന്നാമത്തെ 1ാം വർഗ ഉത്തോലകമാ, ഫസ്റ്റ് ഓർഡർ ലിവർ ആണ് അല്ലേ? സോ ഫസ്റ്റ് ഓർഡർ ലിവർ ആണ് അഥവാ 1ാം വർഗ ഉത്തോലകമാണ്. എന്താ അടുത്ത ചോദ്യം? അടുത്ത ചോദ്യം പറയുന്നത് ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചോളൂ. A force of 50 Newton has to be applied. കൊടുക്കണം 50 ന്യൂട്ടൺ. അപ്പോൾ എന്താ അത്? 50 ന്യൂട്ടൺ കൊടുക്കണമെങ്കിൽ എന്താണ് അത്? അത് എഫേർട്ടാണ്, യത്നമാണ്. എത്ര? 50 ന്യൂട്ടൺ ആണല്ലോ. 50 ന്യൂട്ടൺ. A force of 50 Newton has to be applied to pull out the nail. If the mechanical advantage of the nail puller is 5. Mechanical advantage തന്നിട്ടുണ്ട്, 5 ആണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് ആണല്ലോ. ഇനി എന്താ ചോദ്യം? വാട്ട് ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ ദ നെയിൽ? എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, അതായത് ലോഡ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ആണി ഇളക്കുന്ന 50 ന്യൂട്ടൺ ബലം പ്രയോഗിക്കേണ്ടി വന്നു. നമ്മൾ പ്രയോഗിക്കേണ്ടതാ. അപ്പോൾ എഫേർട്ടായി യത്നം. നെയിൽ പുള്ളറിന്റെ യാന്ത്രിക ലാഭം 5 ആണെങ്കിൽ ആണിയിൽ അനുഭവപ്പെട്ട ബലം എത്ര? ആണിയിൽ അനുഭവപ്പെട്ടത് രോധം, ലോഡ് എത്രയെന്ന് വെച്ചിരിക്കണേ. നമുക്കറിയാലോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന്റെ ഫോർമുല. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് സമം എനിക്ക് എന്താ പറയാം? EA/LA എന്ന് പറയാം, അഥവാ എനിക്ക് എന്തും പറയാം? L/E എന്നും പറയാം. ഇവിടെ ആവശ്യമുള്ളത് ലോഡാ. എഫേർട്ടിനെ ഇങ്ങോട്ട് കൊടുക്കുന്നത്. സോ ലോഡ് ഈക്വൽ ടു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻറ്റു എഫേർട്ട് എന്ന് വരും അല്ലേ? എത്ര മെക്കാനിക്കൽ ഉണ്ട്? അത് 5 ആണ്. എഫേർട്ട് എത്രയാണ്? അത് 50 ആണ്. 5 × 50, അതായത് എത്ര വരും? 250 ന്യൂട്ടൺ. 250 ന്യൂട്ടൺ എന്ന് വരും അല്ലേ? ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ചോദ്യത്തിലൂടെ നമുക്ക് പോവാം. അടുത്ത ചോദ്യം എന്താ പറയണത്? എ മെറ്റൽ റോഡ് 1 മീറ്റർ ലോങ് ആക്ട് ആസ് എ ഫസ്റ്റ് ഓർഡർ ലിവർ.
An effort of 150 gram weight acting at one end balances a load of 350 gram weight at the other end. Find the length of the effort arm and the load arm എന്നാണ് ചോദിച്ചേക്കുന്നത്. ശ്രദ്ധിച്ചോളൂ, ഈ ചോദ്യം ഇങ്ങനെയാണ്. അതായത് ഇവിടെ ഒരു മീറ്റർ സ്കെയിൽ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. എ മെറ്റൽ റോഡ് 1 മീറ്റർ ലോങ്, അല്ലേ? 1 മീറ്റർ ലോങ് ഉള്ള അല്ലെങ്കിൽ മീറ്റർ സ്കെയിൽ പോലത്തെ 1 മീറ്റർ ലോങ് ഉള്ള ഒരു മെറ്റൽ റോഡ് ഉണ്ട്. ഫസ്റ്റ് ഓർഡർ ലിവറാ. ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് പറഞ്ഞാൽ എന്താ? നടുക്കാണ് ഫൽക്രം ഉള്ളത്, അല്ലേ? ഇവിടെ എഫേർട്ട് ആണെന്ന് വിചാരിച്ചോളൂ, ഇവിടെ ലോഡ് ആണെന്ന് വിചാരിച്ചോളൂ. എന്നിട്ട് എന്താ അവർ പറയണത്? ഫസ്റ്റ് ഓർഡറിൽ ആൻഡ് എഫേർട്ട് 150 ഗ്രാം ആക്ടിങ് അറ്റ് വൺ എൻഡ്, അല്ലേ? അപ്പോൾ ഒരു എൻഡിൽ 150 ഗ്രാം എഫേർട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നോക്കൂ, ഇവിടെ ഒരു 150 ഗ്രാം വെയിറ്റ്, ഓക്കെ, ഒരു എൻഡിൽ ഇത്ര ആക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? one balances a rod of 350 gram weight at other end. അപ്പുറത്തെ സൈഡിൽ 350 ഗ്രാം വെയിറ്റിനെ ബാലൻസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്, അല്ലേ? 350 ഗ്രാം വെയിറ്റ്. ഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 350 ഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ 350 ഗ്രാമിൻ്റെ വെയിറ്റ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ചോദിച്ചേക്കുന്നത് എന്താണ്? ഇനി നമുക്ക് വേണ്ടത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എഫേർട്ട് ആം ആൻഡ് ലോഡ് ആം. എഫേർട്ട് ആമും ലോഡ് ആമും എത്രയാണെന്ന് കണ്ടെത്തണം. അതായത് എഫേർട്ട് ആം എന്ന് പറഞ്ഞാൽ എഫേർട്ട് മുതൽ ഫൽക്രം വരെ, യത്നം മുതൽ ധാരം വരെ, ഇതാണ് എഫേർട്ട് ആം. ഇതും നമുക്ക് വേണം. ലോഡാം എന്ന് പറഞ്ഞാൽ ലോഡ് മുതൽ ഫൽക്രം വരെ, രോധം മുതൽ ധാരം വരെ. സോ ഇതും നമുക്കറിയണം. സോ ഈ ഡിസ്റ്റൻസ് അറിയേണ്ടത് എങ്ങനെ കിട്ടും? മക്കളെ നല്ലോണം ശ്രദ്ധിച്ചോളൂ. ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ മൊത്തം ഡിസ്റ്റൻസ് 1 മീറ്റർ ആണെന്ന് അറിയാലോ. മൊത്തം 1 മീറ്റർ ഡിസ്റ്റൻസ് ആണ് ഇത് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇനി ഇതെങ്ങനെ കിട്ടുക എന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചോ, ഞാൻ എഫേർട്ട് ആമില്ലേ ഇതാ ഇത്രയും ദൂരം, ഇതിന് എക്സ് എന്ന് കൊടുത്താലോ, അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് മൊത്തം 1 മീറ്ററാണ്. 1 മീറ്ററിനെ ഞാൻ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെടാ. 1 മീറ്ററിന് എനിക്ക് 100 സെൻറ്റിമീറ്റർ എഴുതിയാൽ പ്രശ്നമുണ്ടോ? സെൻറ്റിമീറ്ററിൽ ഒന്നുകൂടെ സുഖമാവെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിന് 100 സെൻറ്റിമീറ്റർ എഴുതാം കേട്ടോ. കാരണം 1 മീറ്റർ ആണ്, 100 സെൻറ്റിമീറ്റർ ആണ്. ഇതിന് എക്സ് എന്ന് കൊടുത്താൽ ബാക്കി ഇത് എത്ര ഉണ്ടാവും? മൊത്തം 100 സെൻറ്റിമീറ്റർ, ഇത് എക്സ് ആണെങ്കിൽ ഇത് 100 - എക്സ് ആണ്. ക്ലിയർ ആണ്, പ്രശ്നമൊന്നുമില്ല. ഇനി ഇത് രണ്ടും കിട്ടേണ്ടത് നമുക്കൊരു കാര്യം അറിയാം. എന്താണ് ലിവർ പ്രിൻസിപ്പിൾ? ഉത്തോലകത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്താ? തത്വം എന്താ? നമുക്കറിയാം എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം, അല്ലേ? എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം ഈക്വൽ ടു ലോഡ് ഇൻറ്റു ലോഡ് ആമാണ്. ഒരു മഞ്ഞ ബോക്സിലാക്കി പഠിച്ചിട്ടുണ്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എഫേർട്ട് ആരാ? ഇവിടെ എഫേർട്ട് 150 കിലോഗ്രാം ആണ്. 150 കിലോഗ്രാം ആണ് എഫേർട്ട് ആണല്ലോ. 150 കിലോഗ്രാം ആണ്. ഓക്കെ, 150 കിലോഗ്രാം അല്ല, ഗ്രാം വെയിറ്റ് അല്ലേ. ഇൻറ്റു എഫേർട്ട് ആം ആരാ? എക്സ് ആണ്. ഈക്വൽ ടു ലോഡ് ആം ആരാ? ലോഡ് ആരാ? 350 ഇൻറ്റു ലോഡ് ആം ആരാ? അത് 100 - എക്സ്. ഇനി നമ്മൾ മാത്സിൽ ചെയ്യുന്ന പോലെ തന്നെ എക്സിനെ കണ്ടെത്തുകയാണ് ഇവിടുന്ന്. 150 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 150 എക്സ് ആണ്. ഈക്വൽ ടു 300 ഇൻറ്റു 100 - എക്സ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. 350 ഇൻറ്റു 100 എന്താ? അത് 3500 അല്ലേ. ഇൻറ്റു ഇൻറ്റു അല്ല വരിക, എന്താണ് വരിക? 350 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 35,000 വരും. പിന്നെ എത്രടാ വരിക? 350 ഇൻറ്റു -എക്സ്. സോ -350 എക്സ് എന്ന് വരും, അല്ലേ? സോ ഈ -350 എക്സിന് ഇങ്ങോട്ട് എടുത്താൽ എന്താ വരിക? ഇവിടെ ഓൾറെഡി 150 എക്സ് ഉണ്ട്. -350 എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ +350 എക്സ് ആവും. ഈക്വൽ ടു ഇവിടെ എന്താ ഉള്ളത്? 35,000. ക്ലിയർ ആണല്ലോ. ഇനി 150 എക്സും 350 എക്സും കൂട്ടി എത്ര കിട്ടുക? 500 എക്സ് ആണ് കിട്ടുക. ഈക്വൽ ടു 35,000 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ബാക്കി എന്തായിരിക്കും? എക്സ് കാണാൻ 500 അങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ. സോ എക്സ് ഈക്വൽ ടു 35,000/500 അല്ലേ? 2 പൂജ്യങ്ങൾ വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി എന്താണ് വരിക? 350-ൽ എത്ര അഞ്ചുണ്ടെന്നാ? 35-ൽ എത്ര അഞ്ചുണ്ട്? 7 അഞ്ചുള്ളത്. സോ 350 75 ഉണ്ടാവും. സോ എക്സ് സമം 70 സെൻറ്റിമീറ്റർ.
മക്കളെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ കൊടുത്തേക്കണേ? എഫേർട്ട് ആമാ. സോ എഫേർട്ട് ആമാണ് എക്സ്, അതാണ് എന്ത് 70 സെന്റിമീറ്റർ. മീറ്ററിലോട്ട് എഴുതാൻ വല്ല പണിയുണ്ടോ? ഇല്ല. ഡിവൈഡ് ബൈ 100 ചെയ്താൽ മതി. 70 ഡിവൈഡ് ബൈ 100 എന്താ? 0.7 മീറ്റർ ആണ്. ഇനി ലോഡ് ആമിന് നമ്മൾ എന്താ കൊടുത്തേക്കുന്നത്? എക്സ് അല്ല, 100 മൈനസ് എക്സ് ആണ് അല്ലേ? 100 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 100 മൈനസ് എക്സ് ആയിട്ടുള്ള 70. 100 മൈനസ് 70 എത്രടാ? 30 ആണ്. 30 സെന്റിമീറ്റർ. ഡിവൈഡ് ബൈ 100 ചെയ്താൽ മീറ്ററിലോട്ടാക്കാൻ പറ്റും. അത് 0.3 മീറ്റർ എന്നാണ് വരിക. അപ്പോൾ എഫേർട്ട് ആം കിട്ടി, ലോഡ് ആം കിട്ടി. കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആണത് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞാൽ നമുക്ക് നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അസോസിയേറ്റഡ് വിത്ത് വീൽ ആൻഡ് ആക്സിൽ മെക്കാനിസം. വീൽ ആൻഡ് ആക്സിലുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചേക്കണേ. നമുക്ക് നോക്കിയാലോ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇസ് ഗ്രേറ്റർ ദാൻ 1. ശരിയല്ലേ? തീർച്ചയായിട്ടും അത് ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1 ആ. കാരണം എന്താ? ആലോചിച്ച് നോക്കൂ. എന്താ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഫോർമുല? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ അല്ലേ? ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ ആണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന്റെ ഫോർമുല. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ക്യാപിറ്റൽ ആർ ബൈ ആർ ആണെങ്കിൽ എന്താണ് ക്യാപിറ്റൽ ആർ? അത് റേഡിയസ് ഓഫ് ദ വീൽ ആണ്, ചക്രത്തിന്റെ ആരമാണ് അല്ലെ? അതായിരിക്കും എപ്പോഴും കൂടുതൽ. മുകളിലത്തെ ആൾ എപ്പോഴും കൂടിക്കഴിഞ്ഞാൽ ഒന്നിലേറെ കൂടുതലായിരിക്കും ആണല്ലോ. സോ ഒന്നാമത്തെ ശരിയാണ്. അടുത്ത് വർക്ക് ഡൺ ബൈ എഫേർട്ട് ആൻഡ് ദ വർക്ക് ഡൺ ബൈ ലോഡ് ആർ ഈക്വൽ. ശരിയാണല്ലോ അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് സിമ്പിൾ മെഷീൻസ് കാരണം വർക്കിൽ വ്യത്യാസമില്ല. വർക്ക് ഡൺ ബൈ എഫേർട്ട് ആയിക്കോട്ടെ, വർക്ക് ഡൺ ബൈ ലോഡ് ആയിക്കോട്ടെ, ഈക്വൽ ആയിരിക്കും. അടുത്ത എന്താണ്? ദ എഫേർട്ട് ആം ഇസ് ഷോർട്ടർ ദാൻ ദ ലോഡ് ആം. ആലോചിച്ച് നോക്കൂ. എഫേർട്ട് ആം ആണോ ലോഡ് ആം ആണോ ഷോർട്ടർ? എഫേർട്ട് ആം ഇസ് ഷോർട്ടർ ദാൻ ലോഡ് ആം എന്നാണ് പറയുന്നത്. നോക്കൂ, എഫേർട്ട് ആം എന്ന് പറയുന്നത് അവരെന്താ ഉദ്ദേശിക്കുന്നത്? ഇതാണ് ഇപ്പോൾ വീല്, ഇതാണ് ഇപ്പോൾ ആക്സിൽ എന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഇത് നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് എവിടെ വരുക. സോ ഇതാണ് അതിൻ്റെ എഫേർട്ട് ആം എന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മൾ കൊടുക്കുന്ന ലോഡ്. അതായത് നിങ്ങൾ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ആക്സിലാണ് തൂക്കി. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം ഉണ്ട് വീൽ ആൻഡ് ആക്സിൽ. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ലോഡ്. അപ്പോൾ എഫേർട്ട് ആം ആയിരിക്കും എപ്പോഴും കൂടുതൽ. എഫേർട്ട് ആം ഇസ് ഷോർട്ടർ ദാൻ ദ ലോഡ് ആം. അത് തെറ്റാണ് അല്ലേ? സോ ആരായിരിക്കും എപ്പോഴും കൂടുതൽ? എപ്പോഴും കൂടുതൽ എഫേർട്ട് ആം ആയിരിക്കും. സോ ഇത് തെറ്റാണ്. നിങ്ങൾക്ക് ആ ചിത്രം നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഇനി അടുത്ത എന്താണ്? ദ റേഡിയസ് ഓഫ് ദ വീൽ ഈസ് ലാർജർ ദാൻ ദ റേഡിയസ് ഓഫ് ദ ആക്സിൽ അല്ലേ? ദ റേഡിയസ് ഓഫ് ദ വീൽ ഈസ് ലാർജർ ആൻഡ് ദ റേഡിയസ് ഓഫ് ദ ആക്സിൽ ഇസ് സ്മോളർ. ശരിയാണല്ലോ. റേഡിയസ് ഓഫ് ദ വീൽ അല്ലേ കൂടുതൽ. സോ 1, 2, 4 1, 2, 4 ഓപ്ഷൻ നമ്പർ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്താ അടുത്ത പറയണത്? 1200 kilogram weight load is lifted to top of 3 meter high building using 9 meter long inclined plane. How much force is required to lift this load along the inclined plane? Prove that there is no gain in work in using the inclined plane during this process. അഥവാ 9 മീറ്റർ നീളമുള്ള ചെരിവ് തലത്തിലൂടെ 1200 കിലോഗ്രാം വെയിറ്റ് ഭാരം 3 മീറ്റർ ഉയരമുള്ള കെട്ടിടത്തിനു മുകളിലേക്ക് കയറ്റുന്നു. ഓക്കെ, ഇത്രയും ഭാരം ഉയർത്താൻ ചെരിവ് തലത്തിലൂടെ പ്രയോഗിക്കേണ്ടി വന്ന ബലം എത്ര? ഈ പ്രവർത്തനത്തിൽ ചെരിവ് തലം ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രവൃത്തിയിൽ ലാഭമുണ്ടാകുന്നില്ല എന്ന് തെളിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് നോക്കി നോക്കാം. ആദ്യം നിങ്ങൾ തന്ന കാര്യങ്ങളൊന്ന് എഴുതിയെടുത്തേ, എന്നിട്ട് നമ്മൾ ബാക്കി. എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് തന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് തന്ന കാര്യങ്ങളോട്ട് വരാം. ആദ്യം എന്താ തന്നിട്ടുള്ളത്? 1200 കിലോഗ്രാം വെയിറ്റ് ലോഡ്. അപ്പോൾ ലോഡാണ് തന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ലോഡ് എത്രയാണ്? 1200 കിലോഗ്രാം വെയിറ്റ്. ഓക്കെ, ഇനിയോ ലിഫ്റ്റ് ടു ടോപ്പ് ഓഫ് എ 3 മീറ്റർ ഹൈ ബിൽഡിംഗ്. അപ്പം 3 മീറ്റർ ആണ് അതിൻ്റെ ഹൈറ്റ് അല്ലേ? സോ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ഹൈറ്റും ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ചിത്രം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ വരും അല്ലേ? സോ അവർ പറയണത് ഈ ദൂരം 3 മീറ്റർ ആണ്, ഈ നീളം 9 മീറ്റർ ആണെന്നാണ് പറയണത്. സോ ഇതിനെന്താ? ചെരിവ് തലത്തിൻ്റെ ഉയരം, ഹൈറ്റ് ഓഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. സോ എച്ച് ആണ് 3 മീറ്റർ അല്ലേ? ലെങ്ത് അപ്പം എന്താ? ലെങ്ത് 9 മീറ്റർ ആണ് അവർ തന്നിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലെ? നോക്കി നോക്കൂ, ലെങ്ത് 9 മീറ്റർ ആണെന്ന് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. യൂസിങ് 9 മീറ്റർ ലോങ് ഇൻക്ലൈൻഡ് പ്ലെയിൻ അല്ലേ? ചോദിച്ചേക്കണം എന്താ? ഹൗ മച്ച് ഫോഴ്സ് ഇസ് റിക്വയർഡ് ടു ലിഫ്റ്റ്. എത്ര ഫോഴ്സ് വേണം ഇത്രയും ഭാരം ഉയർത്താൻ ചെരിവിലൂടെ പ്രയോഗിക്കേണ്ടി വന്ന ബലം എത്ര? നമ്മൾ കൊടുക്കേണ്ട ബലം എത്ര? എഫേർട്ടാ ചോദിച്ചിട്ടില്ലേ? സോ എങ്ങനെ കിട്ടും? ആലോചിച്ച് നോക്കൂ. എന്താ യാന്ത്രിക ലാഭം? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നിങ്ങൾക്കറിയാം, ലോഡ് ബൈ എഫേർട്ട് ആണെന്ന് നിങ്ങൾക്കറിയാം
സംശയമില്ല, ലോഡ് ബൈ എഫേർട്ട് ആണ്. ഇവിടെ നിങ്ങൾക്ക് എന്തും കൂടെ മനസ്സിലാക്കാൻ പറ്റും, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ചെരുവലത്തിൻ്റെ എന്താ ഫോർമുല, എൽ ബൈ എച്ച്. സോ എൽ ബൈ എച്ച് സമം എൽ ബൈ ഇ എന്ന് പറയാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പറയാം, കാരണം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എൽ ബൈ ഇ ആണ് നമുക്ക് ഓൾറെഡി ആദ്യമുള്ള ഫോർമുല. ഇനി അത് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെങ്കിൽ നമുക്ക് എൽ ബൈ എച്ച് എന്നും പറയാം. സോ എനിക്ക് പറയാൻ പറ്റും സ്മോൾ ലെറ്റർ എൽ ബൈ എച്ച് വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ എൽ ബൈ ഇ എന്നും പറയാൻ പറ്റും. ക്യാപിറ്റൽ എൽ ബൈ ഇ എന്നും പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എൽ ബൈ ഇ, എനിക്ക് ഇവിടുന്ന് എന്താ കിട്ടേണ്ടത്? ഇ ആ കിട്ടേണ്ടത്, നമ്മൾ കൊടുക്കേണ്ടതാണ്, ഇ ആ കിട്ടേണ്ടത്. സോ ഇ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ആലോചിച്ച് നോക്ക്, എനിക്ക് ഇതിന് എങ്ങനെ എഴുതാൻ പറ്റുമോ? ഇ ബൈ എൽ ഈക്വൽ ടു എച്ച് ബൈ എൽ എഴുതാൻ പറ്റുമോ? തീർച്ചയായിട്ടും എഴുതാൻ പറ്റും. ഇതിനെ തിരിച്ചിട്ടു, അപ്പോൾ ഇതിനെ തിരിച്ചിട്ടാൽ മതി. ഇതിനെ തിരിച്ചിട്ടാൽ ഇ ബൈ എൽ, ഇതിനെ തിരിച്ചിട്ടാൽ എച്ച് ബൈ എൽ. തീർച്ചയായിട്ടും എഴുതാൻ പറ്റും. ഇ കിട്ടണമെങ്കിൽ എല്ലാം അങ്ങോട്ട് പോയാൽ മതി. സോ ഇ ഈക്വൽ ടു ഓൾറെഡി എൽ ഉണ്ട്, സോറി എച്ച് ഉണ്ട്, ഇൻറ്റു എൽ ബൈ സ്മോൾ ലെറ്റർ എൽ ആണല്ലോ. സോ നോക്കൂ, ഇ വിൽ ബി ഈക്വൽ ടു എന്താണ് മക്കളെ? എച്ച്, എച്ച് 3 ഇൻറ്റു എന്താണ് ക്യാപിറ്റൽ എൽ, അത് 1200 ഡിവൈഡഡ് ബൈ എന്താണ് സ്മോൾ ലെറ്റർ എൽ, അത് 9 ആണ്. ആലോചിച്ച് നോക്കുക, 3ഉം 9ഉം വെട്ടിയാൽ അടിയിൽ 3 വരും അല്ലേ? 3ഉം 9ഉം വെട്ടിയാൽ അടിയിൽ 3 വരും. ഈ 3ഉം 1200 വെട്ടിയാൽ എത്ര? 12നെ വെട്ടിയാൽ എത്ര വരും? 4 വരും. സോ 1200 വെട്ടിയാലോ 400 വരും. സോ എഫേർട്ട് എന്ന് പറഞ്ഞാൽ 400 എത്ര യൂണിറ്റ്? കിലോഗ്രാം വെയിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബി ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ബി ക്വസ്റ്റ്യൻ എന്താ പറയണത്? ബി പ്രൂവ് ദാറ്റ് ദർ ഇസ് നോ ഗെയിൻ ഇൻ വർക്ക് ഇൻ യൂസിങ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഡ്യൂറിങ് ദിസ് പ്രോസസ്. വർക്കിൽ ചേഞ്ച് ഇല്ല, വ്യത്യാസമില്ല, അല്ലെങ്കിൽ നോ ഗെയിൻ, വർക്കിൽ ലാഭമില്ലെന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എഫേർട്ട് ചെയ്യുന്ന വർക്കും ലോഡ് ചെയ്യുന്ന വർക്കും സെയിം ആണെന്ന് തെളിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? സോ നമുക്ക് ആദ്യം എഫേർട്ട് ചെയ്യുന്ന വർക്ക് നോക്കാം. വർക്ക് ഡൺ ബൈ എഫേർട്ട്, അല്ലെങ്കിൽ വർക്ക് ബൈ എഫേർട്ട് ഞാൻ എഴുതുന്നുണ്ട് കേട്ടോ. വർക്ക് ബൈ എഫേർട്ട് നമുക്കറിയാം, വർക്കിൻ്റെ ഫോർമുല എന്താണെന്ന് നമുക്കറിയാം. W ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. എഫേർട്ട് കാരണമുള്ള ഫോഴ്സിന് നമ്മൾ എഫേർട്ട് എന്ന് കൊടുക്കുന്നത് അല്ലേ? സോ എഫേർട്ട് കാരണമുള്ള ഡിസ്റ്റൻസ് എത്ര? ഇതാണ് നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് അല്ലേ? ഒരു സാധനം തള്ളി നീക്കാൻ എത്ര ഡിസ്റ്റൻസ് പോകേണ്ടി വരും? ഇത്രയും ഡിസ്റ്റൻസ്, അതാണ് അതിൻ്റെ ലെങ്ത്ത് അല്ലേ? സ്മോൾ ലെറ്റർ എൽ. അപ്പോൾ ഈ എത്രയാണ് അവിടെ? ഈ 400 ഇൻറ്റു എൽ എത്രയാണ് ഇവിടെ? എൽ ഇവിടെ സ്മോൾ ലെറ്റർ 9 ആണ് അല്ലേ? സോ എത്രയായിരിക്കും? 4 ഇൻറ്റു 9 എത്ര നിങ്ങൾക്ക് അറിയാം? 36 ആണ്. സോ ഇവിടെ എന്ത് വരും? 3600 വരും അല്ലേ? വർക്ക് സമം 3600 ജൂളാണ് വരിക, എഫേർട്ട് കാരണമുള്ളത്. അപ്പോൾ ഈ ലോഡ് കാരണമുള്ളത് നമുക്ക് നോക്കിയാലോ. വർക്ക് ഡൺ ബൈ ലോഡ്, അല്ലെങ്കിൽ വർക്ക് ബൈ ലോഡ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്കറിയാം വർക്കിൻ്റെ ഫോർമുല വീണ്ടും ഞാൻ പറയാണ്, ഫോഴ്സ് അഥവാ ബലം ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ആണല്ലോ. ലോഡ് കാരണമുള്ള ബലത്തിനെയാണ് നമ്മൾ ലോഡ് എന്ന് തന്നെ കൊടുക്കുക, ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ? ആ ലോഡ് നമ്മൾ ഇത്രയാണ് പൊക്കുന്നത്. ഇത്ര എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ഹൈറ്റ് ആണ്. സോ എൽ ഇൻറ്റു എച്ച് ആണ്. ഇവിടെ ക്യാപിറ്റൽ എൽ എത്രയാണ്? അത് 1200 അല്ലേ? ഇൻറ്റു എച്ച് എത്രയാണ്? അത് 3 ആണ്. എത്രയടാ? 12 ഇൻറ്റു 3 36. അപ്പോൾ 1200 ഇൻറ്റു 3 3600 വരിക അല്ലേ? 3600 ജൂൾ. അപ്പോൾ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക? രണ്ടും ഒരേ വർക്കാണ്. രണ്ടും ഒരേ വർക്കാണെങ്കിൽ വർക്കിൽ ഗെയിൻ ഉണ്ടോ? ഇല്ല. സോ നമുക്ക് എന്താ പറയാൻ പറ്റും? therefore no gain in work എന്ന് പറയാൻ പറ്റും. നോ ഗെയിൻ ഇൻ വർക്ക് എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയണത്? സ്ക്രൂ ജാക്ക് ആർ യൂസ് ടു ലിഫ്റ്റ് ഓബ്ജക്ട്സ് ഈസിലി. ഓക്കെ, ഇനി 30 cm length of the threaded region of a screw contains 15 screw threads. The length of each thread is 10 cm. അഥവാ സ്ക്രൂ ജാക്കുകൾ വസ്തുക്കളെ എളുപ്പത്തിൽ ഉയർത്താൻ ഉപയോഗിക്കുന്നു. സ്ക്രൂവിലെ 30 സെന്റിമീറ്റർ നീളത്തിൽ 15 പിരികളുണ്ട്. അതിൽ ഓരോ പിരിയുടെയും നീളം 10 സെന്റിമീറ്റർ ആണ്. എന്നിട്ട് ചോദിച്ചേക്കുന്നേ, വാട്ട് ഡസ് മെൻ ബൈ പിച്ച് ഓഫ് എ സ്ക്രൂ? പിരിയിട എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? എന്താണ് പിച്ച്? ഞാൻ നേരത്തെയും പറഞ്ഞു. ഒരു സ്ക്രൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നോക്കൂ, ഇതിപ്പോൾ ഒരു സ്ക്രൂ ആണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ,
ആ സ്ക്രൂവിൽ ധാരാളം ത്രെഡുകൾ ഉണ്ടാവും. ഈ രണ്ട് ത്രെഡുകൾക്കിടയിലെ ഡിസ്റ്റൻസിനെ നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ സെന്റൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ത്രെഡ്സ് എന്ന് പറയാം അല്ലെ. രണ്ട് ത്രെഡ്സ് അല്ലെങ്കിൽ ടു കോൺസിക്യൂട്ടീവ് ത്രെഡ്സ് എന്ന് പറയാൻ പ്രശ്നമില്ല. രണ്ട് ത്രെഡ്സുകൾ ഇടയിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതങ്ങനെ. ഇനി അടുത്ത് എന്താ പറയുന്നത്, കാൽക്കുലേറ്റ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് സ്ക്രൂ. ഈ സ്ക്രൂവിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. നോക്കി നോക്കാം. ആദ്യം തന്നെ സ്ക്രൂവിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെ കിട്ടും ആലോചിച്ച് നോക്കൂ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് സ്ക്രൂ ഇസ് ഈക്വൽ ടു L/H ആണ്. ഇവിടെ H പിച്ചാണ്, സ്മോൾ ലെറ്റർ L എന്ന് പറഞ്ഞാലോ അത് ലെങ്ത് ഓഫ് വൺ ത്രെഡ് ആണ്. ആലോചിച്ച് നോക്കൂ, ഇവിടെ നമുക്ക് പിച്ച് കിട്ടാൻ എന്താ മാർഗം? ഇവർ പറഞ്ഞേക്കണ എന്താണെന്നറിയോ? നോക്കൂ, ഒരു സ്ക്രൂ അത് 30 സെൻറ്റിമീറ്ററിൽ 15 ത്രെഡ് ഉണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. 30 സെൻറ്റിമീറ്റർ മൊത്തമുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ 15 ത്രെഡുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്രയായിരിക്കും ഒരു ത്രെഡിൻ്റെ ഇടയിലെ ഡിസ്റ്റൻസ്? 30 സെൻറ്റിമീറ്ററിൽ 15 ത്രെഡ് ആണെങ്കിൽ ഒരു ത്രെഡിൻ്റെ ഇടയിലെ ഡിസ്റ്റൻസ് എന്ത് ചെയ്താൽ മതിടാ? 30/15 ചെയ്താൽ മതി അല്ലേ? അതെന്താണ്? അതാണ് അതിൻ്റെ പിച്ച്. H സമം 30/15. അത് എത്രയാടാ? അത് 2 ആണ്. ആണല്ലോ. L എത്രയാണ് അവർ തന്നിട്ടുണ്ട്? എത്രയാണ് L? 10 സെൻറ്റിമീറ്റർ ആണെന്ന് അവർ തന്നിട്ടുണ്ട്. Hഉം 2 സെൻറ്റിമീറ്റർ കേട്ടോ, മീറ്റർ അല്ല സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് സിമ്പിളായിട്ട് കാണാമല്ലോ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് MA ഈക്വൽ ടു L/H ആണ്. L എത്രയാടാ? 10 ആണ്. ഡിവൈഡ് ബൈ H എത്രയാണ്? 2 ആണ്. സോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്ര വരിക? 5 ആണ് വരിക. ഓക്കെ, വളരെ സിമ്പിളാണ്. ആ തന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ആൻസറോട്ട് എത്താവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നമുക്ക് നോക്കാം കേട്ടോ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ഇവിടെ നോക്കൂ. എ ലോഗ് വെയിങ് 5000 kilogram weight is lifted through a height of 2 meter on to a lorry using an inclined plane. A force of 2000 Newton was applied. What is the length of the inclined plane used to lift the log? What is the mechanical advantage in this situation? Consider G equal to 10 meter per second. Okay, അഥവാ 5000 കിലോഗ്രാം വെയിറ്റ് ഭാരമുള്ള ഒരു തടി 2 മീറ്റർ ഉയരമുള്ള ലോറിയിലേക്ക് ചരിവ് തലത്തിലൂടെ കയറ്റാൻ 2000 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചു. തടി കയറ്റാൻ ഉപയോഗിച്ച ചരിവ് തലത്തിൻ്റെ നീളം എത്രയായിരിക്കും? ഈ അവസരത്തിൽ യാന്ത്രിക ലാഭം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ആദ്യം തന്നെ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങളൊന്ന് എടുത്ത് എഴുതാം. നോക്കൂ, എ ലോഗ് വെയിങ് 5000 കിലോഗ്രാം വെയിറ്റ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ആ ലോഗിൻ്റെ, അതായത് ആ തടിക്കഷ്ണത്തിൻ്റെ കനാണ് തന്നിട്ടുള്ളത് അല്ലേ. സോ തന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തെഴുതുന്നു. അപ്പോൾ 5000 കിലോഗ്രാം വെയിറ്റ് ആണ് നമുക്ക് പൊന്തിക്കേണ്ടത്. നമ്മൾ കൊടുക്കുന്നതല്ല, പൊന്തിക്കേണ്ടത്. അപ്പോൾ അതാണ് അതിൻ്റെ ലോഡ് അല്ലേ. സോ ലോഡാണ് അവർ തന്നിട്ടുള്ളത്. അതെത്രയാണ്? 5000 കിലോഗ്രാം വെയിറ്റ് ആണ്. ഇനി പിന്നെന്താ തന്നിട്ടുള്ളത് നോക്കൂ. ലിഫ്റ്റഡ് ത്രൂ എ ഹൈറ്റ് ഓഫ് 2 മീറ്റർ അല്ലേ. 2 മീറ്റർ ഓഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ഹൈറ്റ് ആണ്. സോ H ആണ് എന്നുള്ളത് അല്ലേ. സോ H സമം 2 മീറ്റർ ആണ്. H സമം 2 മീറ്റർ ആണ് ആണല്ലോ. ബൈ യൂസിങ് ഇൻക്ലൈൻഡ് എ ഫോഴ്സ് ഓഫ് 2000 ന്യൂട്ടൺ വാസ് അപ്ലൈഡ്. കൊടുത്ത ബലത്തിന് എഫേർട്ട് എന്നാണ് പറയാം. സോ എഫേർട്ട് 2000 ന്യൂട്ടനാ. 2000 ന്യൂട്ടൺ. ഇനി എന്താ പറയണത്? വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ യൂസ് ടു ലിഫ്റ്റ് ദ ലോഗ്? അതായത് ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ലെങ്ത്തും കാണണം, അതുപോലെ തന്നെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജും കാണണം. ഇതാണ് ചോദ്യം. ശ്രദ്ധിച്ചോളൂ. ആദ്യം തന്നെ നമുക്ക് L കാണാം. എങ്ങനെയാണ് ഇവിടെ മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചോ? എഫേർട്ട് അഥവാ യത്നം, ലോഡ് അഥവാ രോധം, രണ്ടിൻ്റെയും എന്ത് ഡിഫറൻ്റ് ആണ്? യൂണിറ്റ് ഡിഫറൻ്റാണ്. ന്യൂട്ടൺ ആണ് ഇവിടെ. ഇത് കിലോഗ്രാം വെയിറ്റാണ്. സോ നമുക്ക് ഈ കിലോഗ്രാം വെയിറ്റ് ന്യൂട്ടിലോട്ട് കൊണ്ടുവരാം. അതെങ്ങനെ കൊണ്ടുവരും ചോദിച്ചാൽ കിലോഗ്രാം വെയിറ്റിന്, അതായത് ഞാൻ ഇവിടെ സൈഡിൽ എഴുതി തരികയാണെന്നുണ്ടെങ്കിൽ കിലോഗ്രാം വെയിറ്റിനെ ന്യൂട്ടണിലോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഇൻറ്റു ജി ആണ്. ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ജീൻ്റെ ശരിക്കിനുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പക്ഷേ നമ്മളെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കാണ് നിങ്ങൾ
10 എടുത്തോളൂ എന്ന്. സോ നമുക്ക് എന്തെടുക്കാം, ഇവിടെ 10 എടുക്കാം. ഓക്കെ, സോ അത് പ്രകാരം നിങ്ങൾ ഇതിനൊന്ന് മാറ്റിക്കേ. സോ ഇത് കിലോഗ്രാം വെയിറ്റ് ന്യൂട്ടനിലോട്ട് മാറ്റാൻ വേണ്ടി ഇൻറ്റു ജി നമ്മളിപ്പോൾ ഇവിടെ 10 എടുക്കണേ. സോ ഇതേ ഇൻറ്റു 10 ചെയ്താൽ എത്രയുടെ കിട്ടുക? അപ്പോൾ ഒരു 0 കൂടെ കൂട്ടിയാൽ പോരെ. സോ 50,000 ഇത്രയും ന്യൂട്ടൺ കിട്ടും. ഇനി ആദ്യം എൽ കാണാൻ. നിങ്ങൾക്കറിയാം എന്താണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് MA ഈക്വൽ ടു ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്നാണ് L/H അല്ലേ. ഈ L/H മെക്കാനിക്കൽ വേറെ ഫോർമുല ഉണ്ടല്ലോ, L/E. സോ L/E ഈക്വൽ ടു സ്മോൾ L/H ചെയ്തൂടെ? ചെയ്യാലോ, സിമ്പിളായിട്ട് ചെയ്യാം. എന്നിട്ട് എല്ലിനെ കാണാൻ വേണ്ടി എന്താ മതി, H ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് L കിട്ടും. ഒന്ന് പറഞ്ഞു നോക്കിയേ, L ഈക്വൽ ടു ഈ H അങ്ങോട്ട് കൊണ്ടുപോയാൽ ക്യാപിറ്റൽ L ഇൻറ്റു സ്മോൾ ലെറ്റർ H ബൈ ഇവിടെ E ഉണ്ട് അല്ലേ. എല്ലാം അറിയുന്നതായിരിക്കും, നോക്കി നോക്കൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ക്യാപിറ്റൽ L നോക്കൂ, ന്യൂട്ടനിലാണ് അല്ലേ, 50,000 ഇൻറ്റു H എന്താണ് 2 ബൈ എഫേർട്ട് യത്നം എന്താണ് 2000 ആണല്ലോ. 3 പൂജ്യങ്ങൾ വെട്ടിപ്പോയി, രണ്ടും വെട്ടിപ്പോയി, 50. L സമം 50. അവർ തന്നേക്കുന്ന മീറ്ററിലാണ്. സോ നമുക്ക് കിട്ടുന്നതും മീറ്ററിലായിരിക്കും. ഇനി അടുത്ത ചോദിച്ചിരിക്കുന്നത് യാന്ത്രിക ലാഭം, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. എന്താ മക്കളെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഫോർമുല? L/H ആണ്. L ആണ് നമ്മളിപ്പോൾ കണ്ടെത്തിയത് 50, H ആണ് അവർ തന്നിട്ടുള്ളത് 2. അപ്പോൾ എത്രയാണ്? 25 ആണ് യാന്ത്രിക ലാഭം അഥവാ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ക്ലിയർ ആണോ? ഓക്കെ, തന്ന കാര്യങ്ങൾ എടുത്തെഴുതുക, ഇക്വേഷൻ ഉപയോഗിക്കുക, ആൻസർ കണ്ടെത്തുക. ഓക്കെ, യൂണിറ്റ് മാറിപ്പോരുത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയണം നമുക്ക് നോക്കാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്? എ ലോഡ് ഓഫ് 1600 കിലോഗ്രാം വെയിറ്റ് ഇസ് സസ്പെൻഡഡ് ഫ്രം ആൻ ആക്സിൽ വിത്ത് എ ഡയമീറ്റർ ഓഫ് 6 സെന്റിമീറ്റർ. ഓക്കെ, what should be the force applied in Newton to turn a 3 meter long lever on one side of the axle to lift this load? അഥവാ 1600 കിലോഗ്രാം വെയിറ്റ് ഭാരം 6 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ആക്സിലിൽ കെട്ടിത്തൂക്കുന്നു. ഈ ഭാരം ഉയർത്തുന്നതിന് ആക്സിലിൽ ഒരു വശത്തേക്ക് 3 മീറ്റർ നീളമുള്ള ലിവർ തിരിക്കാൻ എത്ര ന്യൂട്ടൺ ബലം പ്രയോഗിക്കേണ്ടി വരും എന്നാണ് ചോദ്യം. തന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ തന്ന കാര്യങ്ങൾ എഴുതിയിരിക്കണം. ആദ്യം തന്നെ എന്തൊക്കെ തന്നിട്ടുള്ളത്? ലോഡ് ഓഫ് 1600 കിലോഗ്രാം വെയിറ്റ് എടുത്ത് എഴുതിക്കോളൂ. ലോഡ് ഓഫ് 1600 കിലോഗ്രാം വെയിറ്റ്. ഇനി ബാക്കി എന്താ തന്നിട്ടുള്ളത്? സസ്പെൻഡഡ് ഫ്രം ആൻ ആക്സിൽ വിത്ത് ഡയമീറ്റർ. ആക്സിലിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്സിലിന്റെ റേഡിയസ് നമ്മൾ സ്മോൾ r അല്ലേ. അപ്പൊ ഡയമീറ്റർ എന്തായിരിക്കും? 2r. എത്രയായിരിക്കും 2r എന്ന് പറഞ്ഞാൽ 6 സെന്റിമീറ്റർ ആണ് അല്ലേ. 6 സെന്റിമീറ്റർ. അതിൽ r എത്രയായിരിക്കും? r എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ ആയിരിക്കും. 2r ഈക്വൽ ടു 6 സെന്റിമീറ്റർ ആണെങ്കിൽ സ്മോൾ r എന്താണ്? ഒരു r എന്താണ്? 3 സെന്റിമീറ്റർ അല്ലേ. തീർച്ചയായിട്ടും ആയിരിക്കും. ഇനി ചോദിച്ചേക്കണം എങ്ങനെയാ? ഇനി എന്താ ഇവിടെ തന്നിട്ടുണ്ടോ? വാട്ട് ഷുഡ് ബി ദ ഫോഴ്സ് അപ്ലൈഡ് ഇൻ ന്യൂട്ടൺ ടു ടേൺ എ 3 മീറ്റർ ലോങ് ലിവർ? മക്കൾ ഇവിടെ പറയണത് നോക്കൂ, ഇതാണ് ഇതിന്റെ വീൽ എന്ന് വിചാരിക്കുക, ഇതാണ് ഇതിന്റെ ആക്സിൽ എന്ന് വിചാരിക്കുക. ഓക്കെ, അവർ പറഞ്ഞത് ഇതിൻ്റെ ഒരറ്റത്തുള്ള ലോങ് ലിവർ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇങ്ങനെ വരുന്ന ലിവർ, ഇങ്ങനെ വരുന്ന ലിവർ എന്താണ് മക്കളെ? ഈ ലിവർ എന്താണ്? ആലോചിച്ച് നോക്കൂ. ഈ ലിവർ എന്ന് പറഞ്ഞാൽ ഈ വീലിൻ്റെ റേഡിയസ് അല്ലേ. ഇതെല്ലാം അതിൻ്റെ റേഡിയസ് അല്ലേ. സോ തന്നേക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ R ആണ് തന്നേക്കുന്നത്. എത്ര? 3 മീറ്റർ എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് അല്ലേ. സോ ക്യാപിറ്റൽ R ഈക്വൽ ടു 3 മീറ്റർ. കൺഫ്യൂഷൻ ഉണ്ടോ? വേണ്ട, കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല അല്ലേ. സോ ഇനി ശ്രദ്ധിക്കുക, ഇനി ചോദിച്ചേക്കുന്നത് എന്താണ്? വൺ സൈഡ് ഓഫ് ദ ലിവർ ടു ലിഫ്റ്റ് ദിസ് ലോഡ്. ഇനി നമുക്ക് കണ്ടെത്തുന്ന വാട്ട് ഷുഡ് ബി ദ ഫോഴ്സ് അപ്ലൈഡ് ഇൻ ന്യൂട്ടൺ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, അതായത് എഫേർട്ട് ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ. സോ എഫേർട്ട് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ എഫേർട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്താണ് മക്കളെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വീൽ ആൻഡ് ആക്സിലിൻ്റെ കേസിൽ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് MA ഈക്വൽ ടു ക്യാപിറ്റൽ R ബൈ സ്മോൾ ലെറ്റർ r ആണ്. MAക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാം? ക്യാപിറ്റൽ L/E അല്ലേ. ലോഡ് ബൈ എഫേർട്ട്, യത്നം ബൈ രോധം എന്ന് കൊടുക്കാം. ക്യാപിറ്റൽ R ബൈ സ്മോൾ ലെറ്റർ r അല്ലേ. കിട്ടേണ്ടത് എന്താണ്? എഫേർട്ട് ആണ് കിട്ടേണ്ടത്. സോ എഫേർട്ട് കിട്ടണമെങ്കിൽ ഞാൻ ഇത് എന്ത് ചെയ്യും? ഇതിനൊന്ന് തിരിച്ചിടും. അപ്പോൾ എന്തായാലും കിട്ടുക? എഫേർട്ട് ബൈ ലോഡ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഇതിനും തിരിച്ചിടണം. സ്മോൾ ലെറ്റർ r ബൈ ക്യാപിറ്റൽ R അല്ലേ. ഇനി എഫേർട്ട് കിട്ടാൻ ലോഡ് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. വളരെ സിമ്പിളാണ്. എഫേർട്ട് E ഈക്വൽ ടു ഇവിടെ ഓൾറെഡി സ്മോൾ ലെറ്റർ r ഉണ്ട്, എല്ലാം അങ്ങോട്ട് പോയാൽ ഇൻറ്റു L ഡിവൈഡഡ് ബൈ R എന്ന് വരും അല്ലേ.
ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടും വേറെ വേറെ യൂണിറ്റ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടില്ല. ഇത് സെൻറ്റിമീറ്ററിലാണ്, ഇത് മീറ്ററിലാണ്. ഒന്നെങ്കിൽ ഇതിനെ മീറ്ററിലാക്കണം, അല്ലെങ്കിൽ ഇതിനെ സെൻറ്റിമീറ്ററിലാക്കണം. ഏതെങ്കിലും ഒന്ന് ചെയ്യണം. ഏത് ചെയ്യാം? നമുക്ക് ഏത് വേണമെങ്കിൽ ചെയ്യാം. സാധാരണ എല്ലാവരും മീറ്ററിലാക്കണം. നമുക്കൊരു വെറൈറ്റിക്ക് വേണമെങ്കിൽ എന്തിലാക്കാം? സെൻറ്റിമീറ്ററിലാക്കാം. ഇത് 3 സെൻറ്റിമീറ്റർ, ഞാനിതിൽ എന്ത് ചെയ്യുന്നു? ഇതിനെ സെൻറ്റിമീറ്ററിലാക്കുന്നു. മീറ്ററിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണ്ടേ? ഡിവൈഡ് ബൈ 100. അപ്പോൾ സെൻറ്റിമീറ്ററിലാക്കണമെങ്കിലോ ഇൻറ്റു 100. അപ്പോൾ 3 മീറ്റർ എന്ന് പറഞ്ഞാൽ 300 സെൻറ്റിമീറ്റർ ആണല്ലോ. 3 മീറ്റർ എന്ന് പറഞ്ഞാൽ 300 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുത്തേ. അപ്പോൾ E ഈക്വൽ ടു എന്താ വരിക? സ്മോൾ ലെറ്റർ ആർ എത്ര? 3 സെൻറ്റിമീറ്റർ ഇൻറ്റു L എത്ര? 1600 ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ എത്ര? നമ്മൾ സെൻറ്റിമീറ്റർ ഇട്ട് 300 ആണല്ലോ. 3ഉം 300ഉം വെട്ടിപ്പോയാൽ 100 എന്ന് കിട്ടും. 100ന് 2 0, ഈ 2 0 വെട്ടിപ്പോയാൽ പിന്നെ 16 എന്ന് കിട്ടും. എഫേർട്ട് E ഈക്വൽ ടു 16. ലോഡ് നിൽക്കുന്ന കിലോഗ്രാം വെയിറ്റിലാണ്. സോ നമുക്ക് കിട്ടുന്നതും കിലോഗ്രാം വെയിറ്റിലായിരിക്കും. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് ഈ ചാപ്റ്ററിൽ അല്ലേ? സോ നമുക്ക് നോക്കാമല്ലോ. As shown in the figure, an object is suspended from one end of a meter scale. When 400 kilogram weight is suspended from the midpoint of the other side, the scale is balanced. What is the mass of the object? What is the weight of the object? നോക്കൂ, ഇങ്ങനെയാണ് കേസ്. ഈ കേസിൽ ആലോചിച്ച് നോക്കൂ. ഇവിടെ നമുക്ക് ഒരു കാര്യം അവർ പറയാതെ പറഞ്ഞിട്ടുണ്ട്. ഇവർ പറയണത് എന്താണ്? 1 end of a meter സ്കെയിലാണ്. ഇതൊരു മീറ്റർ സ്കെയിലാണ്. അപ്പോൾ എന്താണ്? മീറ്റർ സ്കെയിൽ ആവുന്ന സമയത്ത് മൊത്തം എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? 100 സെൻറ്റിമീറ്റർ, അഥവാ 1 മീറ്റർ എന്നറിയാം. വെൻ 400 gram weight is suspended from the midpoint of the other end. 400 gram വെയിറ്റ് ഈ എൻഡിൻ്റെ മിഡ് പോയിന്റിലാണ് വെച്ചിട്ടുള്ളത്. മക്കളെ, ഇത് മൊത്തം 50 സെൻറ്റിമീറ്റർ ആണെങ്കിൽ, ഇതൊരു മീറ്റർ സ്കെയിൽ ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് മൊത്തം 50 സെൻറ്റിമീറ്റർ അല്ലേ? മൊത്തം 50 സെൻറ്റിമീറ്റർ അല്ലേ? അതേ, ആയിരിക്കും, തീർച്ചയായിട്ടും ആയിരിക്കും. ഈ 50 സെൻറ്റിമീറ്റർ മിഡ് പോയിന്റിലാണ് ഇതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെ എത്രയാ? 25 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും അല്ലേ? ഇതെന്താ സാധനം? 400 gram വെയിറ്റ് ആണ് അല്ലേ? ഈ 400 gram വെയിറ്റിനെ ലോഡായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ ഇതാണ് അനങ്ങാതെ നിൽക്കുന്ന സ്ഥലം, അതായത് ഫൽക്രം അഥവാ ധാരം. അപ്പോൾ ഇതാണ് എഫേർട്ട് E. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 ആൾക്കാരെ 3 ആൾക്കാരെ ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. ആരൊക്കെയെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആലോചിച്ച് നോക്കിയിട്ട് പറയാൻ പറ്റുമോ? നോക്കൂ, ഇവിടെ നമുക്ക് കിട്ടിയത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓൾറെഡി ലോഡ് അവർ തന്നിട്ടുണ്ട് അല്ലേ? ലോഡ് L ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുള്ള എന്താണ്? ഓക്കെ, L ഈക്വൽ ടു എന്ന് നമുക്ക് പറഞ്ഞത് എത്രയാണ്? 400 gram വെയിറ്റ് ആണ് അല്ലേ? സോ 400 gram വെയിറ്റ് ആണ്. ഇനി അടുത്ത എന്താണ്? ഇതാണ് കണ്ടെത്തേണ്ടത്. എന്ത്? E അല്ലേ? E ആണ് കണ്ടെത്തേണ്ടത്. വേറെ കാര്യങ്ങൾ തന്നേക്കണം എന്തൊക്കെയാ നോക്കൂ. ഇതെന്താ മക്കളെ? ലോഡ് ആമാണ്. ലോഡ് മുതൽ ഫൽക്രം വരെ. സോ ലോഡ് ആം തന്നിട്ടുണ്ട്. ലോഡ് ആം എത്ര? 25 സെൻറ്റിമീറ്റർ. ഇനി തന്നിട്ടുള്ളത് എന്തൊക്കെയാ നോക്കൂ. ഫൽക്രം മുതൽ എഫേർട്ട് വരെ, അല്ലെങ്കിൽ എഫേർട്ട് മുതൽ ഫൽക്രം വരെ എന്താണ്? 50 സെൻറ്റിമീറ്റർ എഫേർട്ട് ആം ആണ്. സോ എഫേർട്ട് ആം ആണ്. 50 സെൻറ്റിമീറ്റർ കണ്ടെത്തേണ്ടത് എഫേർട്ട് ആണല്ലോ. ഇനി എന്താണ്? ഇതൊരു ലിവർ ആണ്. സോ ലിവർ പ്രിൻസിപ്പിൾ ഉണ്ട്. എന്താ ലിവർ പ്രിൻസിപ്പിൾ? എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം വിൽ ബി ഈക്വൽ ടു ലോഡ് ഇൻറ്റു ലോഡ് ആം. കാണേണ്ടത് എഫേർട്ടാ. എഫേർട്ട് ആം അങ്ങോട്ട് കൊണ്ടുപോയി. സോ എഫേർട്ട് വിൽ ബി ഈക്വൽ ടു ലോഡ് ഇൻറ്റു ലോഡ് ആം ഡിവൈഡഡ് ബൈ എഫേർട്ട് ആം അല്ലേ? ഇട്ട് കൊടുത്താൽ ആൻസറായി. ഒന്ന് ഇട്ട് കൊടുത്തേ. ലോഡ് എത്രയാണ്? 400 gram വെയിറ്റ് ഇൻറ്റു എത്രയാണ്? LA ലോഡ് ആം 25 ഡിവൈഡ് ബൈ എഫേർട്ട് ആമോ 50 അല്ലേ? 50ഉം 25ഉം വെട്ടിപ്പോയാൽ ഇവിടെ 2 വരും. 2ഉം 400ഉം വെട്ടിപ്പോയാൽ 200 വരും. സോ എഫേർട്ട് ആം ഈക്വൽ ടു 200. അവർ തന്നേക്കണ ഗ്രാം വെയിറ്റില്ല. സോ കിട്ടുന്നതും ഗ്രാം വെയിറ്റിലായിരിക്കും. ക്ലിയർ ആണോ? സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ SCRT മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, സോ പറയുന്ന പോലെ തന്നെ എല്ലാവരും സ്വന്തമായിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് കേട്ടോ.